ഞാൻ ഇത്രയും പാപം ചെയ്തൊരു പെണ്ണാണോ അമ്മ? പ്രായശ്ചിത്തം ചെയ്താ പോലും എനിക്കിതൊന്നും മോക്ഷം തരില്ലെന്ന് പറഞ്ഞ പോട്ടെ മോളെ. ശരിയാ, കൊറേ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ ഞാൻ ഏറ്റു പറഞ്ഞില്ലേ, മാപ്പ് ചോദിച്ചില്ലേ, കാല് പിടിച്ചതല്ലേ ഞാൻ. ഇതിൽ കൂടെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു പട്ടിയെ പോലെയല്ലേ എന്നെ ഈശ്വരമംഗലത്ത് ഇറക്കി വിട്ടത്. നീ കരയാതിരിക്കും മോളെ. നിന്റെ വിധി ഇതാണെങ്കിൽ അത് അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ. ഇതാണ് എന്റെ വിധിയെങ്കിൽ ആ വിധിയും ചുമന്ന് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചത്തളയും ഞാൻ അത് ഉറപ്പാ. അയ്യോ മോളെ. ശിവാനി, അയ്യോ നിധി, കണ്ടില്ലേ മോളെ, ഈശ്വരമംഗലത്ത് നിന്ന് തിരിച്ചു വന്നപ്പോ തുടങ്ങിയ കരച്ചില ഇതുവരെ നിർത്തിയിട്ടില്ല. എങ്ങനെ സഹിക്കാൻ പറ്റും? അമ്മാതിരി അപമാനിച്ചല്ലേ അവിടുന്ന് ഇറക്കി വിട്ടത്. വന്ന ഉടനെ കയറെടുത്തോണ്ട് കെട്ടി തൂങ്ങി ചാവാൻ പോയി. അവിടുന്ന് പിടിച്ചോണ്ടിരുത്തിയതാ ഞാൻ. എന്തിനാ ശിവാനി അങ്ങനൊക്കെ ചെയ്യുന്നത്? ജീവിതം അങ്ങ് അവസാനിച്ചു എന്ന് ചിന്തിക്കാതിരിക്കാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിധി? എനിക്കെന്നെ ജീവിക്കണമെന്നില്ല, സത്യം ഞാൻ പറഞ്ഞത്. നോക്ക് ശിവാനി, നീ എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും എല്ലാവരും ഒരുപോലെ പെട്ടെന്ന് നിന്നെ അംഗീകരിച്ചു എന്ന് വരില്ല. അതിനൊക്കെ അതിൻ്റെതായ സമയമെടുക്കും. പ്രണവിനോട് നീ കാണിച്ചതൊക്കെ ഒറ്റയടിക്കങ്ങ് മറന്നു കളയാൻ അവന് പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളോട് പോലും പറയാതെ ഈശ്വരമംഗലത്തേക്ക് നീ ഇപ്പൊ വന്നു കയറിയതാ നീ ചെയ്ത തെറ്റ്. നീ ഇപ്പൊ അവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. പ്രണവ് എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണെന്ന് ഇപ്പോഴാണ് നിധി എനിക്ക് ബോധ്യമായത്. എനിക്ക് പ്രണവിന്റെ നല്ല ഭാര്യയായിട്ട് ജീവിക്കാൻ തോന്നി. ഞാൻ ചെന്ന് കാല് പിടിച്ച പ്രണവ് അംഗീകരിക്കുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നത്. പക്ഷെ എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി. ഇനിയൊന്നും പ്രതീക്ഷിക്കാൻ എനിക്കില്ല. ചത്ത് കളയുന്ന തന്നെയാ നല്ലത്. 24 മണിക്കൂർ നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ ശിവാനി? നിനക്കൊരു നല്ല കാലം വരും, ആ ഉറപ്പ് എനിക്കുണ്ട്. തൽക്കാലത്തേക്ക് നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുന്നേ. എങ്ങനെ പരിഹാരം ഉണ്ടാവുന്ന നിധി പറയുന്നേ? പ്രണവ് ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ശിവാനി, പ്രണവിന്റെയോ പാർവതി അമ്മയുടെയോ മനസ്സ് അത്ര പെട്ടെന്നൊന്നും മാറില്ല. എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ ഞാൻ അവരെ മാറ്റിയെടുത്തോളാം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നടക്കും, ഞാൻ നടത്തിയെടുക്കും. നിന്നെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് എന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ഞാനും മെനയുന്നുണ്ട്. എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്നെ വിശ്വസിക്ക. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കണ്ട. നീ പ്രണവിന്റെ ഭാര്യയായി ഈശ്വരമംഗലത്തിന്റെ മരുമകളായി അവിടേക്ക് തിരികെ വന്നിരിക്കും, ഉറപ്പ്. നീ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ വന്നത്. നീ വിഷമിക്കാതിരിക്ക. താങ്ക്സ് നിധി. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. നീ മാത്രമേ ഇപ്പൊ എനിക്ക് സഹായത്തിനുള്ളത്. അതൊന്നും കാര്യമാക്കണ്ട നീ. ദേ, ബുദ്ധിമോശം ഒന്നും കാണിക്കാതിരുന്നാ മാത്രം മതി. പറഞ്ഞത് കേട്ടല്ലോ മോളെ. നിധി പറയുന്നതനുസരിച്ച് ജീവിക്കാൻ നോക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിധി, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അതൊന്നും വേണ്ട. അമ്മാവനെയും കൊണ്ട് ആശുപത്രി പോയിട്ട് അവരിതുവരെ വന്നില്ല അല്ലേ? ഞാനും കൂടി ചെല്ലാന്ന് പറഞ്ഞതാ മോളെ. ചന്ദ്രിക പറഞ്ഞു ശിവാനിയെ തനിച്ചാക്കി എങ്ങോട്ടും പോവണ്ടെന്ന്. അതുകൊണ്ടാ ഞാനിവിടെ നിന്നത്. അത് സാരമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവിടെ അമ്മ അന്വേഷിക്കാൻ തുടങ്ങും. ഇറങ്ങട്ടെ ശിവാനി? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? അമ്മായി, ഞാൻ ഇറങ്ങാം. അതെ, മതി മതി, ബാബാവിലേക്ക് നിർത്ത്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ വീഡിയോ എടുത്തതില്ലേ, അതാണ് അമ്മയുടെ ബ്രില്യൻസ്. അത് നമുക്ക് പിന്നെ ഉപകാരപ്പെടും. അതൊക്കെ സമയാസമയത്ത് ദൈവമായിട്ട് തോന്നിപ്പിക്കുന്ന അല്ലടി മോളെ. പക്ഷേ എന്റെ പെർഫോമൻസ് അത്ര പറ്റില്ല എന്നൊരു തോന്നല്. എവിടെയോ ഒരു പാളിച്ച പറ്റിയതുപോലെ അല്ലേ? ഒരു പാളിച്ചയില്ല. നീ കിടുക്കി, സൂപ്പർ ആയിരുന്നു. വില്ലത്തിയാണെങ്കിലും നീ സൂപ്പർ നടിയല്ലേ? പാടുന്നു.